ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയത് ആർക്ക്? അഭിഷേകിനോ, ഋഷിക്കോ, അതോ അർജുനാണോ കിട്ടിയത്? ഇവരിൽ 3 പേരിൽ ഒരാൾക്ക് മാത്രമേ നാളെ ടിക്കറ്റ് കിട്ടുള്ളൂ. എന്തുകൊണ്ട് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ ടോപ്പ് 7-ൽ ഒരാളെ നാളെ നമുക്ക് കിട്ടും. ഈ ആഴ്ച എവിക്റ്റായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് 7-ൽ ഒരാളെ നാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ടിക്കറ്റ് ഫിനാലയുടെ കാര്യങ്ങൾ മൊത്തം എല്ലാ പ്രാവശ്യവും 10 ടാസ്ക്കാണ് വരുന്നത്. 10 ടാസ്ക് ആണെങ്കിൽ, ടിക്കറ്റ് ഫിനാലയ്ക്ക് 10 ടാസ്ക് ആണെങ്കിൽ ഇനി വരുന്ന ടാസ്ക് 9-നും 10-നും 3, 2, 1 എന്നീ ലെവലിലാണ് പോയിന്റ് എങ്കിൽ, ആ ലെവലിലാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നിലവിൽ അഭിഷേകിന് 11 പോയിന്റ് ഉണ്ട്. ആ അഭിഷേകിന് 13 പോയിന്റ് ഇപ്പം നിലവിലുണ്ട്. ഈ 13 പോയിന്റിൻ്റെ കൂടെ 2 പോയിന്റും കൂടെ അഭിഷേക് മേടിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റ്, നാളെ 2 ടാസ്ക് ഉണ്ട്, 2 പോയിന്റും കൂടി അഭിഷേകിന് കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേകിന് 15 പോയിന്റ് ആവും. ഈ 15 പോയിന്റിനെ ഒരു മനുഷ്യർക്കും വെട്ടാൻ പറ്റത്തില്ല. നാളെ ഒരു മനുഷ്യർക്കും അഭിഷേക് 15 പോയിന്റ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും പിന്നെ മുഴുവൻ പോയിന്റ് മേടിച്ചിട്ടും കാര്യമില്ല. നാളത്തെ നടക്കാൻ പോകുന്ന 9ാമത്തെ ടാസ്കിൽ 1 പോയിന്റും 10ാമത്തെ ടാസ്കിൽ 1 പോയിന്റും വാങ്ങിച്ച് 15 പോയിന്റ് കിട്ടിയാലും ബാക്കിയുള്ളവരോട് 3, 3, 6 വാങ്ങിച്ചാൽ പോലും അഭിഷേകിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. അതാണ് അഭിഷേക് 2 പോയിന്റ് നാളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അഭിഷേകിന് ടിക്കറ്റ് കിട്ടും. പിന്നെ ഋഷിക്ക് 7 പോയിന്റാണ് ഉള്ളത്. ഋഷി അഭിഷേക് ഇപ്പം നിൽക്കുന്നിടത്ത് എത്തണമെങ്കിൽ, അഭിഷേക് ഇപ്പം 13 പോയിന്റാണ്, അഭിഷേക് ഇപ്പം നിൽക്കുന്നിടത്ത് എത്തണമെങ്കിൽ നാളത്തെ 2 ടാസ്കിലും ഋഷി തന്നെ ജയിക്കണം. നാളത്തെ 2 ടാസ്കിലും ഋഷി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 പോയിന്റ് കിട്ടി ഋഷി എവിടെ വരും? അഭിഷേകിൻ്റെ കൂടെ വരും, 13 പോയിന്റിൻ്റെ കൂടെ വരും. അപ്പോഴും ടൈയേ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഋഷി ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം 2 ടാസ്കിലും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാലും ഋഷി 13 എത്തത്തുള്ളൂ. അഭിഷേക് ഓൾറെഡി 13 മനസ്സിലായില്ലേ? അഭിഷേക് അപ്പോഴും 1 പോയിന്റ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ജയിക്കും. മനസ്സിലായോ? ഇനി അടുത്ത് പിന്നെ ഒരു ചാൻസ് ഉള്ളത് അർജുനാണ്. കാരണം അർജുൻ ഇപ്പോൾ ഉള്ളത് 8 പോയിന്റാണ്. അർജുൻ നാളത്തെ 2 ടാസ്കും 3 പോയിന്റ് വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ, 2 ടാസ്കിലും 3 പോയിന്റ് വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അർജുന് 14 പോയിന്റ് ആവും. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. അർജുന് 14 പോയിന്റ് ആയാലും അവിടെ അഭിഷേക് 1 പോയിന്റ് കൂടെ 2 പോയിന്റിൻ്റെ ടാസ്ക് ഏതെങ്കിലും 2 കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേക് കൊണ്ടുപോകും. അപ്പം നാളെ ചാൻസസ് 95% ചാൻസസും അഭിഷേക് കൊണ്ടുപോകാനാണ് എന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. കാരണം അഭിഷേകിന് ഇട്ടാ പൊട്ടും കണക്ക് 2 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അഭിഷേക് ജയിച്ചു. വേറെ ആരും എത്തത്തില്ല. വേറെ ആരും ഈ പറഞ്ഞ പോയിന്റിന് എടുത്തെത്തത്തില്ല. ജിൻഡോ 6 പോയിന്റാണ്. നാളെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 12 ആവുള്ളൂ മൊത്തം പോയിന്റ് കിട്ടിയാൽ പോലും. പിന്നെ നോറ 3 പോയിന്റ് കിടക്കാണ്, കിട്ടിയാൽ 9 പോയിന്റ് ആവുള്ളൂ. ശ്രീത് 3 കിടക്കാണ്, 9 ആവുള്ളൂ. ജാസ്മിൻ 2 കിടക്കാണ്, 8 ആവുള്ളൂ. സിജോ 1 കിടക്കാണ്, 7 ആവുള്ളൂ. നന്ദനയ്ക്ക് ഒന്നുമില്ല, കിട്ടുകയാണെങ്കിൽ 6 ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ മിക്കവാറും ചിലപ്പോൾ നാളെ ടാസ്ക് 9 കഴിയുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. നാളെ ടാസ്ക് 10, ചിലപ്പോൾ 10 ചിലപ്പോൾ വെക്കത്ത് പോലും ഇല്ല. 9 കഴിയുമ്പോൾ തന്നെ ഓൾറെഡി റിസൾട്ടിനുള്ള പരിപാടികളൊക്കെ ആവും. ഉറപ്പായിട്ട് റിസൾട്ടിനുള്ള എല്ലാം ഓക്കെ ആയി. നാളത്തെ ടാസ്കിൽ അഭിഷേക് 2 പോയിന്റ് 9ാമത്തെ ടാസ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇനിയിപ്പോൾ എന്തിന് ടാസ്ക് കൊടുത്തിട്ട് ഇനിയിപ്പോൾ എന്തിന്. അപ്പോൾ ഇവർ 3 പേര് ഉറപ്പിച്ചോ, അഭിഷേക്, ഋഷി, അർജുൻ, ഇവർ 3 പേരിൽ ഒരാളെ വരുള്ളൂ. വേറെ ഒരു മനുഷ്യരും വരൂല. ഏതുപോലെയാണെങ്കിൽ 10 ടാസ്കേ ഉള്ളൂ. 3 ടാസ്ക് 3 പോയിന്റ് വെച്ചിട്ടാണ്, മറ്റേ ഇന്നും ഇന്നലെയും മിനിങ്ങാന്നൊക്കെ കൊടുക്കുന്ന പോലെ 3 പോയിന്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 10 ടാസ്ക്കാണ് ഉള്ളതെങ്കിൽ അഭിഷേക്, ഋഷി, അർജുൻ ഇവർ 3 പേരിൽ ഒരാളെ വിന്നറാവുള്ളൂ. വേറെ ഒരു മനുഷ്യനും വിന്നറാവൂല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3 പേരിൽ എവിക്റ്റായി ആരെങ്കിലും പോയില്ല എന്നുണ്ടെങ്കിൽ ഈ 3 പേരിൽ ഒരാൾ ടോപ്പ് 7-ലെ ആളാവും. ഉറപ്പാണ്. 3 പേരിൽ ഒരാൾ എവിക്റ്റായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അർജുൻ എന്തായാലും എവിക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിഷേകും ഈ ആഴ്ച എവിക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഋഷിയുടെ ഒരു ചാൻസാണ്. നോക്കാം. ഋഷി എവിക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ 3 പേരിൽ ഒരാൾ ടോപ്പ് 7 ആണ്. കാരണം ഡയറക്റ്റ് ഫിനാലെ വീക്കിലോട്ട് എത്തുമല്ലോ. അപ്പോൾ ഫിനാലെ വീക്കിൽ 7 പേര് കാണുമല്ലോ. അപ്പോൾ ആ 7 പേരിൽ ഒരാളെ നമുക്ക് നാളെ കിട്ടും, ഈ ആഴ്ച എവിക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് റിവ്യൂ ഇട്ടിട്ടില്ല, അതുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.